മലയാളികൾക്ക് അല്ലെങ്കിൽ മലയാളി സിനിമാ പ്രേമികൾക്ക് ഇന്നും ഉത്തരം കിട്ടാത്തൊരു പ്രഹേളികയാണ് മഞ്ജു വാര്യരുടെയും ദിലീപിൻ്റെയും ജീവിതം, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള വേർപിരിയലിൻ്റെ കാരണം. അത് ദിലീപുമായി ബന്ധപ്പെട്ട കേസ്, അതിജീവിതവുമായി ബന്ധപ്പെട്ട കേസുകൾ, ഇതിൻ്റെയൊക്കെ യഥാർത്ഥ കാരണത്തിൽ ഇന്നും മാടമ്പള്ളിയിലെ മാനസികരോഗികളെ പോലെ മലയാളികൾ അതിൻ്റെ പുറകെ നടക്കുകയാണ്. ഇപ്പോൾ പുതിയൊരു വെളിപ്പെടുത്തലുമായിട്ടൊരു നടിയും കൂടെ വന്നിരിക്കുന്നു. ഇതുവരെ മലയാളികൾ കേൾക്കാത്ത കുറച്ച് വെളിപ്പെടുത്തലുകളുമായിട്ട്. പൗർണമി ഇത് കണ്ടിരുന്നോ? ഞാനത് കണ്ടിരുന്നു. അതിനകത്ത് ഏറ്റവും കൂടുതൽ കാര്യമായിട്ട് അവർ പറയുന്നത് ഈ പറയുന്ന രണ്ടുപേരെയും, അതായത് ദിലീപ് എന്ന വ്യക്തിയും മഞ്ജു വാര്യനെ ഈ പറയുന്ന അതിജീവിതയൊക്കെ പറ്റി പരാമർശിച്ചിട്ടുണ്ട്. ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നൊരു കാര്യം, ദിലീപ് ഒരിക്കലും അങ്ങനൊരു കാര്യം ചെയ്യില്ല എന്ന് തന്നെയാണ് അവർ സമർത്ഥിച്ച് പറയുന്നത്. ദിലീപിന് അതിൻ്റെ ആവശ്യമില്ല, അതിൻ്റെ ആവശ്യം ദിലീപിനില്ല, അതുകൊണ്ട് തന്നെ ദിലീപ് അങ്ങനെ ചെയ്യില്ല എന്നാണ്. അതോടൊപ്പം തന്നെ ഈ അഭിമുഖം എടുത്ത ആൾ ഒരു ചോദ്യം ചോദിച്ചു. അതായത് സ്വാഭാവികമായിട്ടും സ്ത്രീകളുടെ കൂടെ നിൽക്കാൻ അല്ലെങ്കിൽ അമ്മയുടെ കൂടെ നിൽക്കാനാണ് മകൾക്ക് ഇഷ്ടം. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് മഞ്ജു വാര്യർക്കൊപ്പം ഈ മീനാക്ഷി എന്ന് പറയുന്ന കുട്ടി അല്ലെങ്കിൽ ആ കുട്ടി പോയില്ല എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവരുടെ മറുപടിയൊക്കെ ഭയങ്കര ആലോചിച്ച് തീരുമാനിച്ച് അല്ലെങ്കിൽ ഭയങ്കര സെൻസിബിൾ ആയിട്ടല്ലേ അവരത് നല്ല രീതിയിൽ അത് ഡീൽ ചെയ്തു. അവരുടെ മറുപടി എന്ന് പറയുന്നത് നമ്മളെയൊക്കെ ചിന്തിപ്പിക്കുന്നതാണ്. അവർ തങ്ങളിൽ സംസാരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. മഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയെ വേദനിപ്പിക്കാൻ തയ്യാറല്ല. പെൺകുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും ഒരു താല്പര്യം അല്ലെങ്കിൽ കൂടുതൽ ഒരു അടുപ്പം അച്ഛന്മാരോടാണ്. ആ ഒരു ഇഷ്ടത്തെ തകർക്കാനോ അല്ലെങ്കിൽ കുട്ടിയുടെ മനസ്സ് വേദനിപ്പിക്കാനോ മഞ്ജു ശ്രമിച്ചില്ല. അച്ഛൻ്റെ കൂടെ നിൽക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ അച്ഛൻ്റെ കൂടെ നിന്നോട്ടെ, തനിക്ക് കുഴപ്പമില്ല, തനിക്കുള്ള വേദന താൻ സഹിച്ചോളാം, എന്നാലും കുട്ടി സന്തോഷമായിട്ടിരിക്കുമല്ലോ. സ്വാഭാവികമായിട്ടും ഏതൊരു അമ്മയും അങ്ങനെ തന്നെയാവും ചിന്തിക്കുന്നത്, അല്ലേ ശരിക? തൻ്റെ മകള് അല്ലെങ്കിൽ തൻ്റെ കുഞ്ഞ് വിഷമിക്കുന്ന ഒരു അമ്മമാർക്കും ഇഷ്ടമല്ല, അല്ലേ? അതെ. ഇപ്പോൾ പൗർണമിയുടെ അഭിപ്രായത്തിൽ, ഇപ്പോൾ നമ്മൾ ഒരു ചർച്ചയ്ക്ക് ഇരിക്കുകയാണല്ലോ, അപ്പോൾ നമ്മുടെ അഭിപ്രായത്തിൽ ദിലീപ് കുറ്റക്കാരനാണെന്ന് പൗർണമി ചിന്തിക്കുന്നുണ്ടോ? ആവാം, ആവാതിരിക്കാം. ഇതിപ്പോൾ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു കേസാണ്. അപ്പോൾ ഇതിനെപ്പറ്റി നമ്മൾക്ക് ആധികാരികമായിട്ട് അത് സമർത്ഥിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇതുവരെയുള്ള ഒരു അന്വേഷണവും രീതിയും, അല്ലെങ്കിൽ നമുക്ക് പറയാം ദിലീപ് ഒരു കുറ്റവും ചെയ്തിട്ടില്ലെങ്കിൽ എന്തിന് 3 മാസത്തോളം അല്ലെങ്കിൽ 86 ദിവസത്തോളം ജയിലിൽ കടന്നത്, ആ ഒരു അന്വേഷണത്തിന്റെ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ എതിരായിട്ട് ഒരുപാട് തെളിവുകൾ കിട്ടിയിട്ടുള്ളത് കൊണ്ടാവാം സ്വാഭാവികമായിട്ടും ജയിലിൽ കിടന്നത്. എന്നാൽ അതിനുശേഷം ജയിൽ മോചിതനായി ഇപ്പോൾ ഇത്രയും വർഷങ്ങൾ പിന്നിട്ടു, ഇപ്പോഴും അതിൻ്റെ ഒരു എൻഡ് പോയിന്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിധി അധികം വൈകാതെ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാലയളവിൽ മുഴുവൻ ഒരുപാട് തെളിവുകൾ ഈ പറയുന്ന പല മൊബൈൽ ഫോണുകളിൽ നിന്നും നമുക്കറിയാം, ബാലചന്ദ്രകുമാറിൻ്റെയൊക്കെ വെളിപ്പെടുത്തലുകൾ, അതിനെ തുടർന്നുണ്ടായ അന്വേഷണം, ഈ മൊബൈൽ ഫോണിൽ നിന്ന് ഡാറ്റാസ് പോയത്, അത് റിക്കവർ ചെയ്യാനെടുത്ത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, എത്രയോ പേജുകളുള്ള കുറ്റപത്രമാണ് സമർപ്പിച്ചിരിക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും അതിനൊരു എൻഡ് വരണം എന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിലുള്ള അന്വേഷണം പ്രോപ്പറായിട്ട് പോയി അതിനുള്ള കോടതി വിധി വന്നാൽ മാത്രമേ, ഇപ്പം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇരുന്ന് ദിലീപ് കുറ്റക്കാരനാവാം, നമുക്കത് തള്ളിക്കളയാൻ പറ്റില്ല. 7 വർഷം കഴിഞ്ഞിരിക്കുന്നു, ആ അതിജീവിതയ്ക്ക് നീതി കിട്ടിയിട്ടില്ല. ഇല്ല. ഇപ്പൊ ഇവരും ഈ പറയുന്ന നടി എന്ന് പറയുന്ന വ്യക്തിയും അവരും ദിലീപിനെ പൊതിഞ്ഞാണ് സംസാരിക്കുന്നത്. അതായത് അതിനകത്ത് ഈ അവതാരകൻ അല്ലെങ്കിൽ ആ ചോദ്യകർത്താവ് ചോദിച്ചൊരു ചോദ്യമുണ്ട് ഈ ഇന്റർവ്യൂവില്, ഈ ദിലീപിന് ഇങ്ങനെ ഒരു വിഷയത്തിൽ പെട്ടില്ലായിരുന്നെങ്കിൽ മമ്മൂട്ടിയോടും മോഹൻലാലിനോടൊപ്പം സിനിമ ഭരിക്കുന്ന ഒരാളായി മാറുമായിരുന്നില്ലെന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് തീർച്ചയായിട്ടും മാറുമായിരുന്നു. അപ്പോ അങ്ങനെ ഒരു കുറ്റകൃത്യത്തിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു കൃത്യം ചെയ്യാൻ, കുറ്റകൃത്യം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അയാൾ ജയിലിൽ പോയിട്ടുണ്ട്, ശിക്ഷ മേടി ജയിലിൽ പോയിട്ടുണ്ട്. അതിനുശേഷം 1-2 അല്ല 85ഓളം ദിവസങ്ങൾ, 86 ദിവസങ്ങൾ അവർ ജയിലിൽ കടന്നൊരു മനുഷ്യനാണ്. അതുകൊണ്ട് ഒന്നുമില്ലാതെ ഈ പറഞ്ഞ പോലെ തെളിവുകളുടെ പേരിൽ തന്നെയാണ് അത്രയും ദിലീപ് അറസ്റ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് അദ്ദേഹം കത്തി നിൽക്കുന്ന സമയമാണ്. അത് ഒരുപാട് സിനിമകളോടുകൂടി അമ്മയുടെ ഭാരവാഹിത്വത്തോടുകൂടി, അമ്മയുടെ പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ സെക്രട്ടറി ഏതാണ്ടായിരുന്നല്ലോ ആ സമയത്ത് ആ അമ്മയുടെ ഏറ്റവും ടോപ്പ് നോച്ചിൽ നിൽക്കുന്ന സമയത്താണ് ദിലീപിനെ അറസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചുമ്മാ അറിയാം ഇതൊരു സെൻസേഷണൽ കേസാണ്, ദിലീപിനെ അങ്ങനെ ചുമ്മാ പിടിച്ച് ജയിലൊന്നും വിടാൻ പറ്റില്ല എന്ന രീതി അറിയാം. അപ്പോൾ എന്തായാലും അത്രയ്ക്കും ശക്തിയുക്തമായ തെളിവുകളുകൊണ്ടായിരിക്കാം അന്ന് അദ്ദേഹത്തെ ജയിലിൽ കൊണ്ടുപോയിട്ടുണ്ടാവുക. ഇന്നും ആൾക്കാർ പറയുന്നത്, ഇപ്പോഴും പൗർണമി ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, ദിലീപിന്റെ പടങ്ങളൊക്കെ ഇട്ടുതലേ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം രാംലീല ഒഴിച്ച് ആ ജയിലിൽ നിൽക്കുന്ന സമയം അല്ലെങ്കിൽ ജയിലിൽ നിന്ന് ഇറങ്ങി ഉടനെ തന്നെ റിലീസ് ഒക്ടോബറിൽ റിലീസ് ചെയ്തു. അപ്പൊ ആ പടം ഒഴിച്ചാൽ പിന്നീട് ഒരിക്കലും ദിലീപിന്റെ ഒരു കരിയറിൽ ഒരു ഹിറ്റ് അടിക്കുകയോ ഒരു ആവറേജ് പോലും വന്നിട്ടില്ല. ചില പടങ്ങളൊക്കെ നല്ലതായിരുന്നു, എന്നിട്ട് പോലും ജനങ്ങൾ കേറില്ല. കാരണം ജനങ്ങൾക്ക് ജനപ്രിയ നായകനെന്ന് പറഞ്ഞ ആ ഒരു സ്ഥാനത്ത് നിന്നും ജനം വെറുത്ത നായകനെന്ന ആ ഒരു ലെവലിലേക്ക് നമുക്കറിയാം. ദിലീപിന്റെ കഫേയുടെ കാര്യം ദേപ്പുട്ടൊക്കെ, അപ്പൊ ആ ഒരു സമയത്ത് ഈ കേസൊക്കെ വന്നു കഴിഞ്ഞ് ഈ റെസ്റ്റോറന്റ് ഒക്കെ നല്ല രീതിയിൽ ഡൗൺ ആയിരുന്നു, എറണാകുളത്തൊക്കെ. അപ്പോൾ ശാരിക ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു സിനിമയുടെ പരാജയം കൊണ്ട് തന്നെ ആവാം ഈ കഴിഞ്ഞ ഇടയ്ക്ക് അല്ലെങ്കിൽ ഒരു 2-3 വർഷങ്ങൾക്ക് മുൻപ് അതിഭയങ്കരമായ രീതിയിൽ ആ ഒരു ദേപ്പുട്ടിനെ, അതായത് ദുബായിൽ ഒരു ഷോപ്പ് ഓപ്പൺ ചെയ്യുകയും അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യുകയും അതിന് നല്ല രീതിയിൽ പ്രൊമോഷൻ കൊടുക്കുകയൊക്കെ ഒരു സാഹചര്യം അപ്പം സ്വയം മനസ്സിലായിട്ടുണ്ട്, അല്ലെങ്കിൽ ആളുകൾ പഴയതുപോലെ സ്വീകരിക്കുന്നില്ല എന്നുള്ള തിരിച്ചറിവ് കൊണ്ടൊക്കെ ആവാം.
കാരണം പക്ഷെ നിലവിൽ ഇപ്പൊ ഒരു സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നു, വളരെയധികം പ്രതീക്ഷയോടെയാണ് നടിയാണേലും ഇവരെല്ലാരും ഒപ്പം തന്നെ ഈ ദിലീപിനെ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോഴും ദിലീപ് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന നല്ലൊരു ശതമാനം ആളുകളുണ്ട്. സെയിം ടൈം ഓപ്പോസിറ്റ് അല്ല, ദിലീപ് കുറ്റക്കാരനാണ്, ഈ പറയുന്ന അതിജീവിതയ്ക്ക് നീതി കിട്ടണമെങ്കിൽ ദിലീപ് ശിക്ഷിക്കപ്പെടണം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ശരിയല്ലേ? ശരിയാണ്. പക്ഷെ എന്നാലും പൗർണമി ഞാനൊന്ന് പറയട്ടെ, നമ്മളിപ്പോ ഒരു പോയിന്റിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഒരു സ്ത്രീ അത് അതിജീവിത ആയിക്കോട്ടെ, അത് അവരുടെ പ്രൊഫഷൻ എന്തും ആയിക്കോട്ടെ, എസ്പെഷ്യലി ഈ അതിജീവിതയും ആ സമയത്ത് കത്തി നിൽക്കുന്ന ഒരു സമയമാണ്. അവർക്ക് ഒരുപാട് ദിലീപുമായിട്ട് ഒരുപാട് ഹിറ്റ് ചിത്രങ്ങൾ ഉണ്ടായിരുന്നു, നല്ല സൗഹൃദമായിരുന്നു. ആ സമയത്ത് ഒരു സ്ത്രീയെ ഇങ്ങനെ തട്ടിക്കൊണ്ടുപോയി റേപ്പ് ചെയ്ത് അവരുടെ ചിത്രങ്ങൾ പകർത്തി അങ്ങനെ ഒരു കൊട്ടേഷൻ ദിലീപ് കൊടുത്തതായിട്ടാണ് ആരോപിക്കപ്പെടുന്നത്. അപ്പൊ അങ്ങനെ ഒരു സംഭവം വെറുതെ അങ്ങ് ആരോപിക്കാൻ ഒരു സ്ത്രീക്ക് അത്രയ്ക്കും, അതേസമയം ഈ അതിജീവിതയെ സംബന്ധിച്ചിടത്തോളം അവർ ഓൾറെഡി ഫേമസ് ആണ്. ഒരു ഫേമസിന് വേണ്ടിയിട്ട് അത്രയും നല്ല സുപ്രസിദ്ധി നിൽക്കുന്ന ഒരു നായികയെ അവർ കുപ്രസിദ്ധിയിലേക്ക് സ്വന്തത്തെ വെച്ചുകൊണ്ട് ഒരു അലിഗേഷൻ കൊടുക്കില്ല. സ്വാഭാവികമായിട്ടും അവർ ഇന്നും ഫൈറ്റ് ചെയ്യുകയാണ്. അവർ മാരീഡായി സെറ്റിലായി എന്നിട്ട് അവരുടെ പേര് അവർ പുറത്തുവിട്ടു. അതാണ് അതിൽ ഏറ്റവും വലിയ. ലോകത്ത് ഇന്നും ഇതുവരെ ഇവൻ നിർഭയയുടെ പേര് പോലും ആർക്കും അറിഞ്ഞുകൂടാ. എന്നിട്ടും അതിജീവിതയുടെ പേര് അവരുടെ സ്വന്തം സോഷ്യൽ മീഡിയ ഹാൻഡിൽ വന്ന് എഴുതാനുള്ള ധൈര്യം അവർ കാണിച്ചു. അപ്പൊ അവർ ഉദ്ദേശിച്ചിരിക്കുന്ന നീതി കിട്ടിയേ പറ്റൂ, അതിന്റെ പേരിൽ മരിക്കാനും തയ്യാറാകുന്ന ലെവലിലാണ് അവരുടെ കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ഇപ്പുറത്ത് നിൽക്കുന്ന താങ്കൾ ഈ പറയുന്ന ദിലീപിനെ ഇഷ്ടപ്പെടുന്ന ഭൂരിഭാഗം കുറേയധികം ആൾക്കാർ, അതിൽക്കും മേലെയാണ് ദിലീപിനെ വെറുക്കുന്ന ആൾക്കാർ കേരളത്തിലുള്ളത്. ഉണ്ട്, തീർച്ചയായും ഒരുപാട് എസ്പെഷ്യലി ഈ സംഭവത്തിന് ശേഷം അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ദിലീപിന്റെ പടങ്ങൾ നല്ലതായിട്ടും തങ്കമണി പോലുള്ള പടങ്ങൾ ഞാൻ റിവ്യൂ ചെയ്താണ്. നല്ല പടമായിരുന്നു, അദ്ദേഹം നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ പടവും ടാഗ് ലൈൻ മാറി, ദിലീപ് എന്ന വ്യക്തിയുടെ ജനപ്രിയ നായകൻ എന്നുള്ളൊരു ടാഗ് ലൈൻ മാറി. എല്ലാവരുടെയും മനസ്സിൽ ആദ്യം തന്നെ ഓടിയെത്തുന്ന ഈ ഒരു ഇൻസിഡന്റ് ആണ്. കാരണം അത്രയും സെൻസേഷണൽ ആയിട്ടുള്ള ഒരു വാർത്തയായിരുന്നു, ആർക്കും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഒരു സ്ത്രീയെ തന്റെ ജോലി സ്ഥലത്ത് നിന്ന് വെളുപ്പിന് ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ നമുക്കറിയാം എറണാകുളത്ത് അല്ലെങ്കിൽ എറണാകുളം പോലെ വളരെ ഡെൻസിറ്റി ഉള്ള ഒരു സിറ്റിയിൽ എയർപോർട്ടിന് സമീപമുള്ള ജംഗ്ഷൻ, അത്താണി ജംഗ്ഷൻ, എനിക്ക് തോന്നുന്നു February 17, 2017 ഈ സംഭവം ഉണ്ടായത്. അതൊന്നും ആർക്കും ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ, ഇവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടണം. അത് മുഖം നോക്കാതെയുള്ള ശിക്ഷയുമായിരിക്കണം. അല്ലാതെ ഈ പറയുന്ന ദിലീപ് ജയിലിൽ കിടന്ന സമയത്ത് അല്ലെങ്കിൽ ഈ 86 ദിവസം ജയിലിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പൊ ആ സമയത്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ട്രീറ്റുകൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായെന്നൊക്കെ പറഞ്ഞു. പിന്നെ പല വിവാദങ്ങളും പിന്നെ ദിലീപിനെ ട്രീറ്റ് ചെയ്തില്ല, ദിലീപിനെ മാക്സിമം ഹരാസ് ചെയ്തെന്നും പറയുന്നുണ്ട്. കാരണം ഈ ദിലീപ് എന്ന് പറഞ്ഞ വ്യക്തിയെ കുറിച്ച് ദിലീപ് ഒരു മാഫിയ ക്രിയേറ്റ് ചെയ്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതായത് ഈ പറഞ്ഞ ലാലേട്ടന്റെയും മമ്മൂക്കയുടെയും മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെ ഒക്കെ ചിത്രങ്ങൾ ഇറങ്ങുമ്പോൾ ആളെ വെച്ച് കൂവിക്കുന്ന ഒരു സംഘം ദിലീപിനുണ്ടായിരുന്നു എന്ന് തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട്. അന്ന് ആ സമയത്തൊക്കെ മമ്മൂക്കയുടെയും മോഹൻലാലിന്റെ ഒക്കെ പടങ്ങൾ കൃത്യമായിട്ട് ഇറങ്ങുകയും പൊട്ടുകയും ചെയ്തിരുന്ന സമയമാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ദിലീപ് ഇത്രയും ഒരു സ്റ്റാർ ആയിട്ട് അല്ലെങ്കിൽ ഒരു ജനപ്രിയ നായകൻ എന്നുള്ളൊരു ടാഗ് ലൈനിൽ വരുന്നതിന് തൊട്ട് മുൻപ് വരെ ശ്രദ്ധിച്ചാൽ ആ ടാഗ് ലൈൻ ഉള്ളത് ജയറാമിനായിരുന്നു. പക്ഷെ അത് തന്ത്രപൂർവ്വം അത് തീർച്ചയായിട്ടും ആ ഒരു സ്ഥാനം ഉണ്ടായിരുന്നത് ഈ പറയുന്ന സുരേഷ് ഗോപി. സൂപ്പർ സ്റ്റാർ ആണ് നമ്മൾ പറയുമ്പോൾ ലാലേട്ടൻ, മമ്മൂക്ക, പിന്നെ ജയറാം, സുരേഷ് ഗോപി, ഇത്രയും 4 പേരിലായിരുന്നു മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാറുകൾ നിന്നിരുന്നത്. ദിലീപിനെ ഇഷ്ടമായിരുന്നെങ്കിൽ ആ ഒരു ജനപ്രിയ നായകൻ എന്നുള്ള തലത്തിലേക്ക് സ്വയം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതിനകത്ത് വാസ്തവം ഉണ്ട് തന്നെ. കാരണം അതിനുശേഷം അങ്ങനെയുള്ള റോളുകൾ ഒന്നും തന്നെ ഈ പറയുന്ന ജയറാമിന് ജൂനിയർ ലാലേട്ടൻ ലെവലിലേക്ക് ദിലീപ് മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടതല്ലേ. അതായത് മറ്റേ പിന്നെ റൺവേ പോലുള്ള സിനിമകളിലൊക്കെ, അതായത് മീശമാധവനാണ് അദ്ദേഹത്തിന്റെ ബമ്പർ ഹിറ്റ് വന്നത്. അതിനുശേഷം വന്ന സിനിമകളിൽ നമുക്ക് തൊട്ടടുത്ത് പരിചയമുള്ള അയൽവക്കക്കാരൻ പയ്യനിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഒരു മറ്റേ മീശപിരിപ്പൻ ടീമായി മാറുന്ന ഒരു റൺവേ പോലുള്ള ഒരുപാട് സ്വീകാര്യത നേടിക്കൊടുത്ത സിനിമകളാണ്. അങ്ങനെ തിളക്കം അങ്ങനെ കുറെ ചിത്രങ്ങൾ അത് ദിലീപിന്റെ ഒരു കരിയറിൽ വലിയ ഹൈപ്പാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ കലാഭമണിയുടെ മരണത്തെ കുറിച്ച് പോലും ആൾക്കാർ അലിഗേഷൻസ് പറയുന്നുണ്ട്. ദിലീപ് കൂടെ നടന്ന് ദിലീപിനെ മഞ്ജു വാര്യർ ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്ന ആളാണ് കലാഭവൻ മണി എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരിയായിട്ട് കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ കലാഭവൻ മണിയെ തന്നെ അയാൾ കുടിച്ചു മരിച്ചതാണെങ്കിൽ പോലും അദ്ദേഹത്തെ അതിലേക്ക് എത്തിക്കാനുള്ള കാരണം ദിലീപാണെന്ന് പറയപ്പെടുന്നവരുണ്ട്. ഈ പറയുന്നത് ദിലീപ് കോടീശ്വരനാണ്. അയാൾ കേസ് നടത്തിയപ്പോൾ പകുതിയോളം സ്വത്ത് കളഞ്ഞെന്ന് പറഞ്ഞാൽ ഇനിയും ഒരു പകുതി ഒരുപാട് സ്വത്തുക്കളുണ്ട്. ബാലചന്ദ്രമേനോനാണേലും വന്ന് വീട്ടിൽ പോയി കണ്ട തെളിവുകളും ഏതോ ഒരു സ്ത്രീയെ ഇവര് മറയ്ക്കുന്നു, അങ്ങനെ പല രീതിയിലുള്ള പരാമർശങ്ങൾ. അതുപോലെ ബാലചന്ദ്രൻ ഒരു ഡയറക്ടറുടെ കാര്യം, ഒരു സിനിമാക്കാരന്റെ കാര്യം പറഞ്ഞില്ലേ, ബാലചന്ദ്രൻ സംവിധായകൻ, അദ്ദേഹം മരിച്ചല്ലോ ഈ ഇടയ്ക്ക്. അദ്ദേഹം നല്ല രീതിക്ക് ദിലീപിനെതിരെ അലിഗേഷൻ കൊണ്ടുവന്നൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് വായടപ്പിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹം ഒരു കുഴപ്പമില്ലാത്തൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹം വൃക്ക രോഗിയെ മരിക്കപ്പെട്ടു. അങ്ങനെ ദുരൂഹതകൾ നിറഞ്ഞതാണ് ദിലീപിന്റെ ഒരു കേസിന് ശേഷമുള്ള ദിലീപിന്റെ ഒരു സ്വഭാവവും ദിലീപിന്റെ ഒരു രീതികളും. ഈ പറയുന്ന ദിലീപ് കല്യാണം കഴിച്ചാൽ ദിലീപിന്റെ പത്നിയെ ഈ പറയുന്ന പോലെ ഒരിക്കലും പിന്നെ അദ്ദേഹം പുറംപെട്ടം കാണിക്കില്ല.
അതെ, അത് ആദ്യം ഉണ്ടായിരുന്ന മഞ്ജു വാര്യർക്കായിരുന്നു അനുഭവം. ഈ ഇന്റർവ്യൂല് ആ സ്ത്രീ പറയുന്നുണ്ടല്ലോ, അതായത് തന്റെ മകൾക്ക് അറിയില്ല താൻ നല്ല ഒരു നൃത്തം ചെയ്യുമെന്ന് പോലും തന്റെ മകൾക്ക് അറിയില്ല എന്ന് പറയുന്നു. അല്ല, അവര് അതിന് മറുപടിയായിട്ട് പറയുന്നത് എന്താ, കുട്ടി ഇനിയിപ്പം അന്ന് ചെറുതായിരുന്നു, ഇപ്പൊ കുട്ടി കുട്ടി വളരുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇനി, അതായത് തന്റെ അമ്മയ്ക്ക് ഇത്രയേറെ കഴിവുകൾ ഉണ്ടായിരുന്നു, എന്നിട്ടും ഈ 10-14 വർഷം ആ വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ അമ്മ ഇരുന്നല്ലോ എന്ന് ഭാവിയിൽ തീർച്ചയായിട്ടും ചിന്തിക്കും, അല്ലേ? അത് മാത്രമല്ല, ദിലീപ് ആദ്യം മാരീഡ് ആയിരുന്നു, ശരിയാണ്. മഞ്ജു വാര്യർ അവരുടെ ആ ഒരു പ്രായത്തിന്റെ ചാബല്യത്തിൽ അയാളോടൊപ്പം ഒളിച്ചോടുന്നു, പിന്നീട് വിവാഹം കഴിക്കുന്നു, രജിസ്റ്റർ മാരേജ് ചെയ്യുന്നു, 14 വർഷം ദിലീപിനോട് ജീവിക്കുന്നു. ബട്ട് ഒരു സുപ്രഭാതത്തിൽ ആൾക്കാരായിരുന്നു അവർ വേർപിരിയുകയാണ് പെട്ടെന്ന്. സുപ്രഭാത അതിനൊരു വർഷം മുമ്പ് മഞ്ജു വാര്യർ അവരുടെ അരങ്ങേറ്റം നടത്തിയിരുന്നു, നൃത്തത്തിലേക്കുള്ള തിരിച്ചുവരവ് അവർ നടത്തിയിരുന്നു. അപ്പോൾ എപ്പോൾ തന്നെ ഈ സ്ത്രീ, അതായത് ഈ നടി പറയുന്നത് പോലെ മഞ്ജു വാര്യർക്ക് എന്തുകൊണ്ട് മഞ്ജു വാര്യരുടെ മകളെ കൊണ്ടുപോയില്ല, എന്തുകൊണ്ട് മഞ്ജു വാര്യർ 1 രൂപ പോലും വാങ്ങിക്കാതാണ് ദിലീപിന് ഡിവോഴ്സ് കൊടുക്കുന്നത്, അതെല്ലാം മകൾക്ക് എഴുതി കൊടുത്തു. അതിനുശേഷം അവർ 2 കൈയും ആ ഹൃദയവേദനയോടുകൂടി 2 കൈയും വെറുതെ ഇറങ്ങി പോവുകയാണ് കുടുംബ കോടതിയിൽ നിന്ന്. നമ്മൾ ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. ഏതൊരു പ്രേക്ഷകന്റെയും ഹൃദയം പൊള്ളിക്കുന്ന 2 കണ്ണീർ തുള്ളികൾ കഴിഞ്ഞ് ഒരു ടാക്സി കാറിൽ പെട്ടെന്ന് തലയും കുനിച്ച് കയറി പോകുന്ന മഞ്ജു വാര്യരുടെ ചിത്രം ഒരിക്കലും പല ട്രോളുകളിലും അവരുടെ തിരിച്ചുവരവിന് ആദ്യം കൊടുക്കുന്ന വീഡിയോ ക്ലിപ്പ് അത് തന്നെയാണ്. സോ തീർച്ചയായിട്ടും ആ നടി ചോദിക്കുന്നുണ്ട്, മഞ്ജു വാര്യർ അവരുടെ മകൾ തമ്മിൽ ബന്ധമൊന്നും നമുക്ക് മാധ്യമപ്രവർത്തകർക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഇന്നും നീതി കിട്ടാത്ത ഒരു അതിജീവിത പുറത്തുണ്ട്. അവര് തീർച്ചയായിട്ടും അവർക്ക് ആ ഒരു അനുഭവം ഉള്ളതുകൊണ്ടാണ് അത് കോടതിയുടെ മുമ്പിലും പോലീസിന് മുമ്പിലേക്ക് എത്തിച്ചത്. അതായത് മാക്സിമം അതെങ്ങനെ നീട്ടിക്കാം, മാക്സിമം ഡോക്യുമെന്റ്സിലും തെളിവുകളിലും എങ്ങനെ മാൽ പ്രാക്ടീസ് ചെയ്യാമെന്നാണ് ദിലീപും ദിലീപിന്റെ കൂട്ടാളികളും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ പൾസർ സുനി ആയാലും അതിന്റെ കീഴിൽ നടന്നുള്ള കാര്യ സതീഷോ ആര് തന്നെ ആയാലും ഇതെല്ലാം ദിലീപിന്റെ കയ്യാളികളാണെന്നുള്ളൊരു തെളിവുള്ളതുകൊണ്ടാണല്ലോ ദിലീപ് ജയിലിൽ പോയത്. സോ ഇനി എത്ര അറ്റം വരെ പോയാലും അതിജീവിതം അവിടെ നിൽക്കുകയാണ്, ഉറച്ച ശിരസ്സുമായിട്ട് ഉറച്ച തലയുമായിട്ട് അവിടെ നിൽക്കുകയാണ്. ഒരിക്കലും പിന്നോട്ടില്ല എന്ന രീതിയിൽ തന്നെ അവർ കല്യാണം കഴിച്ച് സെറ്റിൽ ആയിട്ട് പോലും അവർക്ക് എല്ലാം പാളിപ്പോയത് ഇത് പുറത്തു വിട്ടപ്പോഴാണ്. സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ പേര് മെൻഷൻ ചെയ്യാതെ ഒരു പരാതിയായിട്ട് ഒതുങ്ങി പോകുന്നു, അല്ലെങ്കിൽ ഇത് പരാതിയായി പോലും ചെയ്യില്ല എന്നുള്ള അവരുടെ ആ ഒരു തെറ്റിദ്ധാരണയിൽ നിന്നാണ് ഈ കേസ് ഇപ്പോൾ ഇത്രയും വർഷം പിന്നിടുമ്പോൾ അവസാനം ഈ വിധി പറയുന്ന ഒരു സാഹചര്യം വരെ എത്തി നിൽക്കുന്നത്. അവിടെ തന്നെ അവർക്ക് ആ കാൽക്കുലേഷൻസ് തെറ്റിപ്പോകും. അത് മാത്രമല്ല, ചിലപ്പോഴൊക്കെ ഈ ഒരു പിന്നെ മഞ്ജു വാര്യരുടെ പുറകെ നടക്കുന്ന ഒരു സൽകുമാർ ഉണ്ടല്ലോ, എപ്പോഴും അങ്ങനെ അവരുടെ പ്രൊട്ടക്ഷൻ ഉണ്ട്. അയാളെ കുറിച്ച് ചില പോയിന്റിൽ അയാളുടെ എഴുത്തുകൾ വായിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ചിന്തിച്ചു പോകാറുണ്ട്, മഞ്ജു വാര്യരുടെ ജീവിതം തോക്കിൻ മുനയിലാണ്. മഞ്ജു വാര്യർ ഒന്നും വെളിപ്പെടുത്താത്തതിന്റെ കാരണം മഞ്ജു വാര്യരെ പേടിച്ചിട്ടാണ് എടുത്തിട്ടുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ അത് ചിലപ്പോൾ കൂട്ടി വായിക്കുമ്പോൾ, ദിലീപ് മഞ്ജു വാര്യർ ട്രയോ കൂട്ടി വായിക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ചിലപ്പോഴേക്കും എന്തുകൊണ്ടായിരിക്കാം. എന്നാലും ആൾക്കാർക്ക് അറിയാൻ, ശരിയാണ്, നമ്മുടെ ഒരു വേണ്ടാത്ത ആകാംക്ഷയാണ്. എന്നിരുന്നാലും മഞ്ജു വാര്യർ ആ വിഷയം വിട്ടുപോകുന്നു. അവരിതിനെ മകളെ എന്തുകൊണ്ട് ഉപേക്ഷിച്ചു, ദിലീപിനെ ഉപേക്ഷിച്ച ആൾക്കാർക്ക് വിഷയമല്ല, എന്തുകൊണ്ട് മകളെ ഉപേക്ഷിച്ചു പോകുന്നതിന്റെ ഏറ്റവും വലിയൊരു പോയിന്റ് അവരിന്ന് വെളിപ്പെടുത്തിയതാണ്. കിടക്കുന്ന അച്ഛൻ്റെ കൂടെ, ഉറങ്ങുന്നു ഉണ്ണുന്നു അച്ഛൻ്റെ കൂടെ, സ്വന്തം അമ്മ ഒരു നർത്തകിയായിരുന്നെന്ന്, ഒരു സിനിമാ നടിയാണെന്ന് പോട്ടെ, ഒരു നർത്തകിയാണ്, കഴിവുള്ളവളാണെന്ന് പോലും അറിയിക്കാതെ മകളെ വളർത്തുക എന്ന് പറയുമ്പോൾ അങ്ങേര് എത്രമാത്രം ക്രൂക്കഡായ ഒരു ഫാദർ ആയിരുന്നിരിക്കാം. ഒരു പക്ഷേ അയാൾക്ക് അറിയാമായിരുന്നിരിക്കാം എന്തെങ്കിലും ഒരിക്കലും ഇവർ തിരിച്ചു പോകും കരിയറിലേക്ക്, മാക്സിമം അവരെ പിടിച്ചിട്ട് നിർത്തും. അത് തന്നെ ആയിരിക്കാം മേ ബി കാവ്യ മാധവന്റെ അവസ്ഥ. ഈ ഒരു പക്ഷേ പിന്നെ ഇൻഡസ്ട്രിയിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയിക്കാതെയും കൂടി ഇരിക്കാനായിരിക്കും വീട്ടിൽ തന്നെ തളച്ചിട്ടത്. അതെ, ഒരു പക്ഷേ ഇൻഡസ്ട്രിയിൽ ദിലീപിന്റെ പ്രശ്നങ്ങൾ, ദിലീപിന് ഒരു മാഫിയ, ദിലീപിനൊരു ഒന്നുമില്ലാതെ ഒരിക്കലും സൗണ്ട് ഉണ്ടാവത്തില്ല. അതുകൊണ്ട് തന്നെ ദിലീപ് ഒരു മാഫിയ കിങ് ആണ്, അല്ലെങ്കിൽ ദിലീപ് ഒരു സിനിമയിൽ ഒരു മാഫിയ ഉണ്ടാക്കുന്നു എന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ദിലീപ് അത്ര നല്ല മനുഷ്യനൊന്നുമല്ല, ഹിസ് സച്ച് എ ക്രൂക്കഡ് ഗൈ എന്ന്. സോ എനിവേ, എന്ത് തന്നെ ആയാലും നീതി ഉറപ്പായിട്ടും അതിജീവിതയ്ക്ക് കിട്ടട്ടെ. അതോടൊപ്പം മഞ്ജു വാര്യരുടെ മൗനം അത് ഒരു പക്ഷേ അവരുടെ മകളുടെ നല്ല ജീവിതത്തിനായിരിക്കാം, ആർക്കും ആപത്തുണ്ടാക്കരുതെന്ന് ആഗ്രഹിച്ചിട്ടായിരിക്കാം, ഒരു പക്ഷേ ഒരുപാട് നല്ല ആൾക്കാർ നമ്മൾ കരുതിയിരുന്ന പ്രതിബിംബങ്ങൾ തച്ചുടഞ്ഞ് വീഴാതിരിക്കാനായിരിക്കാം. എന്ത് തന്നെയായാലും ദേഷ്യത്തെക്കാളും ആക്രോശത്തെക്കാളും നല്ലത് മൗനം തന്നെയാണെന്ന് മഞ്ജുവിന് തോന്നിയിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ ദിലീപിനെ ഒരുപക്ഷെ ആരും ഇനി പൂവിട്ട് പൂജിക്കുക എന്നുള്ള പ്രതീക്ഷയില്ല. അദ്ദേഹത്തിന്റെ സിനിമകൾ വിജയിക്കട്ടെ. അദ്ദേഹം തെറ്റുകാരനല്ലെങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങൾ അദ്ദേഹത്തെ 2 കൈ നീട്ടി സ്വീകരിക്കും, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷെ തെറ്റുകാരനാണെങ്കിൽ അതാണ് നമ്മൾ അറിയേണ്ടത്.